നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് എങ്കിൽ, ഏതാണ്ട് 3 മുതൽ 5 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് എങ്കിൽ, മികച്ച ഒരു കമ്പനി ഇൻഫോപാർക്ക്, കൊച്ചി ഇൻഫോപാർക്ക് ഫേസ് 1 നല്ല ഒരു കമ്പനിയിലുള്ള ഒരു അവസരമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായും ആൻഡ്രോയിഡ് മേഖല വളരെയധികം ഗ്രോത്ത് ഉള്ള മേഖലയാണ്. കാരണം എല്ലാ സ്ഥാപനങ്ങളും, ഒട്ടനവധി ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് അവരുടെ ആപ്ലിക്കേഷനുകൾ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവുമാണ്. അതുകൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വളരെയധികം കരിയർ ഗ്രോത്ത് നൽകുന്നതാണ് ഈ ഒരു ഡൊമൈൻ. അപ്പോൾ ഈ കമ്പനിയെക്കുറിച്ച് ഉള്ള ഡീറ്റെയിൽസ്, ഇൻഫോപാർക്കിലുള്ള ഈ കമ്പനിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അവരുടെ ക്വാളിഫിക്കേഷൻ, അവരെന്താണ് ആവശ്യപ്പെടുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഇൻഫോപാർക്ക് ഫേസ് 1 മികച്ച ഒരു സ്ഥാപനമാണ് ഈ അവസരം നൽകുന്നത്. ടുക്സി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമാണ് ഇൻഫോപാർക്ക് ഫേസ് 1 പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. ഇവർക്ക് 3 മുതൽ 5 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ആൻഡ്രോയിഡ് ഡെവലപ്പേഴ്സിനെയാണ് ആവശ്യമുള്ളത്. ഇതിനകത്ത് ഇവർ പറയുന്ന എക്സ്പീരിയൻസ് ആൻഡ്രോയിഡ് മേഖലയിലുള്ള അനുഭവ പരിചയം, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിൽ 3 മുതൽ 5 വർഷം വരെ ഉള്ള പ്രവൃത്തി പരിചയമാണ് ആവശ്യപ്പെടുന്നത്. ടെക്നോളജികൾ ഇവർക്ക് വേണ്ടത് ജെറ്റ് പാക്ക് പോലെയുള്ള ടെക്നോളജികൾ, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ്, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് UI പ്രിൻസിപ്പിൾസിലുള്ള നല്ല നോളജ്, അതുപോലെ തന്നെ ഡിസൈൻ പാറ്റേൺ, ആപ്ലിക്കേഷൻ ലൈഫ് സൈക്കിൾ, ഈ ഒരു മേഖലയിലൊക്കെയുള്ള നല്ലൊരു കേപ്പബിലിറ്റി, അല്ലെങ്കിൽ ആ മേഖലയിൽ പ്രവർത്തിച്ചുള്ള ഒരു പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ഇവർ ആവശ്യപ്പെടുന്ന മറ്റൊരു മേഖല ആപ്പ് പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ ടെക്നോളജിയിലുള്ള കഴിവുകൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ MVVM, അതുപോലെ തന്നെ MVP ക്ലീൻ ആർക്കിടെക്ചർ മേഖലയിലുള്ള ഒരു പരിചയം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളിനെയാണ് ഇവർ ഈ മേഖലയിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഡൊമൈനിലേക്ക് നോക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് ചെയ്യാൻ സാധിക്കും. ഒരു ഇമെയിൽ ID അവർ നൽകിയിട്ടുണ്ട്, അപ്ലൈ ചെയ്യേണ്ട ഇമെയിൽ ID, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആ ഇമെയിൽ IDയിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അവരുടെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതും കണ്ട് ആ കമ്പനിയെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങളുടെ ക്വാളിഫിക്കേഷനും, നിങ്ങൾക്ക് ഉള്ള 3 to 5 years എക്സ്പീരിയൻസ് ആൻഡ്രോയിഡിൽ ഏത് കമ്പനിയിലാണ്, ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ആപ്ലിക്കേഷനോടൊപ്പം തന്നെ ഒന്ന് സെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എപ്പോഴും പല ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയുമ്പോഴും സൂചിപ്പിക്കാറുണ്ട്, നിങ്ങൾ ഏത് കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും, പ്രത്യേകിച്ച് ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷനിലേക്ക്, ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലേക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ, നമ്മൾ വെറുതെ ഒരു റെസ്യൂമെ ഷൂട്ട് ചെയ്യുന്നതിന് പകരം ആ റെസ്യൂമയോടൊപ്പം നമ്മളുടെ പ്രൊഫൈൽ, അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ, നിങ്ങളൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പർ ആണെങ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പാറ്റേണുകൾ, എക്സാക്റ്റ് ആപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയണമെന്നില്ല. ചില കാര്യങ്ങൾ പ്രൈവസി പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻ്റ് ഒക്കെ ചിലപ്പോൾ നിങ്ങളുടെ കമ്പനി വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ഏതൊക്കെ ടെക്നോളജികൾ ഉപയോഗിച്ചിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, ഒരു ആപ്ലിക്കേഷനിലെ എന്തൊക്കെ സർവീസസ് അല്ലെങ്കിൽ എന്തൊക്കെ കോൺസെപ്റ്റ്സ് നിങ്ങൾ ആപ്ലിക്കേഷനിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഡെലിവർ ചെയ്തിട്ടുണ്ട്, അത് ബിൽഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആ കമ്പനിയുടെ പേരോ അവരുടെ പ്രൈവസി ഇൻഫർമേഷനോ പറയാതെ തന്നെ നിങ്ങൾ ചെയ്ത വർക്കിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ഒരു പോർട്ട്ഫോളിയോ പോലെ ക്രിയേറ്റ് ചെയ്ത് അതും കൂടി നിങ്ങളുടെ ഈ ആപ്ലിക്കേഷനോടൊപ്പം സെൻഡ് ചെയ്താൽ നിങ്ങൾക്കൊന്നുകൂടി ഒരു ക്രെഡിബിലിറ്റി കിട്ടും, നിങ്ങൾക്കൊന്നുകൂടി വിശ്വാസ്യത കിട്ടും. നിങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ വ്യക്തമായ ഒരു പോർട്ട്ഫോളിയോ കൊടുത്തു വേണം ഇത്തരം ജോലികൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. പ്രത്യേകിച്ച് ഒരു 5 year എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും നിങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തെങ്കിലേ ഒരു പ്രോസ്പെക്റ്റീവ് കമ്പനിക്ക് നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ സ്കിൽസിനെയൊക്കെ ഒന്ന് നിങ്ങളെ കാണുന്നതിന് മുമ്പ് തന്നെ അസസ് ചെയ്യാൻ പറ്റും. പിന്നീടുള്ള ഇൻ്റർവ്യൂസിലും മെഷീൻ ടെസ്റ്റിലും ഒക്കെ അവർക്കത് ബോധ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ആ കാര്യം കൂടെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ December 31st ആണ്. അപ്പോൾ December 31 അവർ തന്ന ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒന്ന് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇൻഫോപാർക്കിലെ മികച്ച ഒരു അവസരമാണ്. അത് 3 മുതൽ 5 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർ എന്ന് പറയുമ്പോൾ ഒരു സീനിയർ പോസ്റ്റിലേക്കാണ് അവർ നോക്കുന്നത്. ആൻഡ്രോയിഡ് ഡെവലപ്പേഴ്സിന് ഒരു സുവർണ അവസരമാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ ഇപ്പോൾ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും ഞാൻ ഒന്നിലധികം വീഡിയോസ് ഇതുപോലെ പോസ്റ്റ് ചെയ്യാറുണ്ട്. തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ അപ്ഗ്രേഡുമായി ബന്ധപ്പെട്ട്, അതുമല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് കരിയറുകളുടെ ഓപ്പർച്യൂണിറ്റീസുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് നേരിട്ട് തന്നെ എത്തിച്ചേരും. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.